ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് കോടനാടാണ്. പെരുമ്പാവൂരിൽ നിന്നും 14 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് പാർവതി, കോഴിക്കോട് പെരുവണ്ണാമൊഴി സുഗന്ധഗിരി എസ്റ്റേറ്റിൽ അന്നത്തെ മഴയത്ത് ഒഴുക്കിൽപ്പെട്ട് കുടുങ്ങി കിടന്ന ഇവളെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരികയായിരുന്നു. ഇത് ഹരിപ്രസാദ്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇടഞ്ഞോടിയ ഇവനെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവുപ്രകാരം കോടനാട് എത്തിക്കുകയായിരുന്നു. ഇവൾ അഞ്ജന 2007 1.5 വയസ്സുള്ളപ്പോൾ കോട്ടപ്പുറ വനത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് കിടന്ന ഇവളെ രക്ഷിച്ച് ഇവിടെ എത്തിക്കുകയായിരുന്നു. ഇത് അഭിമന്യു. ഇവനെയും കേരള ഹൈക്കോടതിയുടെ ഉത്തരവുപ്രകാരം കോടനാട് എത്തിച്ചതാണ്. ഇത് ആശ 2005 2 വയസ്സുള്ളപ്പോൾ കാലടി എവർഗ്രീൻ സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് കിടന്ന ഇവളെ രക്ഷിച്ച് ഇവിടെ എത്തിക്കുകയായിരുന്നു. കുടുംബം നേരെ അങ്ങോട്ട് പോയാൽ മതി. ഈ വഴിയല്ല. അതെ. ഇത് കുട്ടികളുടെ പാർക്കാണ്. പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. ഈ പാർക്കൊക്കെ ഈ അടുത്ത് പുതുക്കി പണിതിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് പിള്ളേർക്ക് വേണ്ടി തന്നെ ഒരു സജ്ജീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ചന്ദ്രു. മണ്ണാർക്കാട് വനം പ്രദേശത്ത് നിന്ന് 3/5/2017 വനം വകുപ്പ് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവൻ്റെ മെയിനായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് കരിമ്പ്, പുല്ല്, തണ്ണിമത്തൻ, ഈന്തപ്പഴം, ഇതൊക്കെയാണ് ഇവൻ്റെ ആഹാരം. ആൾ കുറച്ച് അക്രമകാരി ആയതുകൊണ്ടാണ് മാറ്റി തിളച്ചേക്കണത്. അല്ലേ